വെടിനിർത്തലിന് ശേഷം വീണ്ടും ഗാസ കലങ്ങുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും കൊല്ലുമെന്ന ഭീഷണി മുഴക്കി ഹമാസ് ഭീകരർ. ജനുവരി 19 ആരംഭിച്ച 42 ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 413 പേർ മരിച്ചിരുന്നു. 600ഓളം പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിലേറെയും കുട്ടികളാണെന്നാണ് പലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചത്. ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ളവയെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം. അതിർത്തിയിൽ തമ്പടിച്ച് ടാങ്കുകളിൽ നിന്നും ഷെല്ലാക്രമണവും ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നും എല്ലാ വെടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിനെ നശിപ്പിക്കുക, തീവ്രവാദികൾ തടവിലാക്കിയ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ ഇസ്രയേൽ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്നും ഇസ്രയേൽ ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു പറഞ്ഞിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ജനുവരി 19 വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായത്. 3 ഘട്ടമായി നടപ്പാക്കാൻ ധാരണയായ വെടിനിർത്തലിന്റെ ലംഘനമാണ് ആക്രമണമെന്ന് ഹമാസ് ആരോപിച്ചു. ഗാസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ തകിടം മറിക്കുകയാണെന്നും ഇസ്രയേലെന്നും അവർ ആരോപിച്ചു. അമേരിക്കയുമായി പൂർണ്ണമായി സഹകരിച്ചാണ് ആക്രമണമെന്ന് ഇസ്രയേൽ സർക്കാരിന്റെ വക്താവ് ഡേവിഡ് മെൻസർ പറഞ്ഞിരുന്നു. ഇസ്രയേലിന് നൽകുന്ന പിന്തുണയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് സർക്കാരിലെ പ്രധാനമന്ത്രിയായ ഇസാം അൽ ദാലിസും കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേൽ ബോംബാക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മതിയായ യാതൊരു സംവിധാനവും ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും കുട്ടികളാണെന്ന് പറഞ്ഞ ഡോക്ടർമാർ അവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും വെളിപ്പെടുത്തി. അതേസമയം ഇസ്രയേലിന്റെ കരസേനയും ഗാസയിലെ സൈനിക നടപടികൾക്കായി എത്തുമെന്നാണ് സൂചന. സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളോടും പൂർണ്ണ സജ്ജരായിരിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു. 2023 ഒക്ടോബർ 7 ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ഇനി 59 പേർ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിച്ച് രാജ്യങ്ങൾ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. ഇസ്രയേലിലെ കൂട്ടക്കുരുതിക്ക് പച്ചക്കൊടി കാട്ടിയത് അമേരിക്കയാണെന്നും ഇത്രയും പേർ കൊല്ലപ്പെട്ടതിന് അമേരിക്കയും ഉത്തരവാദിയാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തി. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നാൽ ഒറ്റ ബന്ദികളെയും ജീവനോടെ വെച്ചേക്കില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് ഇതുവരെ സങ്കല്പിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും നെതന്യാഹു താക്കീത് നൽകിയിരുന്നു. മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹമാസുമായുള്ള വെടിനിർത്തൽ അവസാനിപ്പിക്കാനുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമങ്ങളുടെ പരിസമാപ്തിയാണ് കഴിഞ്ഞ ദിവസം ഗാസയിലുണ്ടായ വ്യോമാക്രമണം. യുദ്ധത്തിന്റെ തുടക്കം മുതൽ വെടിനിർത്തൽ സംബന്ധിച്ച് നെതന്യാഹു സമ്മർദ്ദം നേരിടുന്നുണ്ട്. ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ പ്രതിഷേധമായി എത്തിയപ്പോൾ യുദ്ധം അവസാനിപ്പിക്കരുതെന്ന നിലപാടിലായിരുന്നു നെതന്യാഹുവിന്റെ തീവ്ര വലതു സഖ്യകക്ഷികൾ. എന്നാൽ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ സഖ്യകക്ഷികൾക്ക് വഴങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. വെടിനിർത്തലിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാനുള്ള തീരുമാനത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി അനുകൂലിച്ചതോടെ ഗാസ വീണ്ടും കുരുതിക്കളമായി മാറി. സ്ഥിരമായ ഒരു വെടിനിർത്തലിന് സമ്മതിക്കുന്നത് നെതന്യാഹുവിനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന് ഉറപ്പാണ്. അത്തരമൊരു തീരുമാനം ഏകദേശം 15 വർഷത്തെ അദ്ദേഹത്തിന്റെ തുടർച്ചയായ ഭരണത്തിന് അന്ത്യം കുറിച്ചേക്കാം. ആക്രമണം പുനരാരംഭിക്കുന്നതിന് പകരം 2ാം ഘട്ടത്തിലേക്ക് കടന്നാൽ ഭരണസഖ്യം വിടുമെന്ന് തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബെസിലേൽ സ്കോട്രിഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു. പോരാട്ടം പുനരാരംഭിച്ചുകൊണ്ട് വലതുപക്ഷ സഖ്യകക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കം. യുദ്ധാനന്തരം പാശ്ചാത്യ പിന്തുണയുള്ള പലസ്തീൻ അതോറിറ്റിക്ക് നാമമാത്രമായ നിയന്ത്രണം നൽകിയാലും ഗാസയിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കുകയും അവരുടെ സൈനിക ശേഷി പുനർനിർമ്മിക്കുകയും ചെയ്യാനാകും. പല ഇസ്രയേലികൾക്കും, പ്രത്യേകിച്ച് നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾക്ക് അതൊരു പരാജയമായി തോന്നാം. ഇത് മറികടക്കാനാണ് ഏത് രീതിയിലും ബന്ദികളെ തിരികെ എത്തിക്കാൻ നെതന്യാഹു ശ്രമം നടത്തിയത്. ശാശ്വതമായ വെടിനിർത്തലിന് ചർച്ചകൾ ആരംഭിക്കുമെന്ന അവ്യക്തമായ വാഗ്ദാനം നൽകി 2ാം ഘട്ട ചർച്ചകൾക്ക് മുമ്പേ ബന്ദികളെ വിട്ടയക്കണമെന്ന നിർദ്ദേശം US മുഖേന മുന്നോട്ട് വെക്കുകയും ചെയ്തു. കൂടുതൽ ഫലസ്തീൻ ബന്ദികളുടെ മോചനം, ഗാസയിൽ നിന്നുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം, ശാശ്വതമായ വെടിനിർത്തൽ എന്നിവ ആവശ്യപ്പെടുന്ന കരാറിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കായിരുന്നു ഹമാസ് മുൻഗണന നൽകിയത്. എന്നാൽ ഫെബ്രുവരി ആദ്യം നടക്കേണ്ടിയിരുന്ന ആദ്യ 2 ഘട്ട ചർച്ചകൾ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ച സാഹചര്യത്തിൽ ഗാസയിൽ ഇനി ഒരു വെടിനിർത്തലിന് കാലതാമസം നേരിടുമെന്നാണ് വിലയിരുത്തൽ.